ഹജ്ജ് കർമ്മങ്ങൾ അവസാന ഘട്ടത്തിൽ. തീർത്ഥാടകർ നാളെയും മറ്റന്നാളുമായി കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മിനായിൽ നിന്ന് മടങ്ങും. മിനായിലെ ജംറകളിൽ കല്ലേറ് കർമ്മം പുരോഗമിക്കുകയാണ്. ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ആശ്വാസത്തിലാണ് തീർത്ഥാടകർ. അറഫ സംഗമം, മുസ്ദലിഫയിലെ താമസം, ജംറയിലെ കല്ലേറ്, വിശുദ്ധ കഅബയെ തവാഫ് ചെയ്യൽ, ബലി നൽകൽ, മുടിയെടുക്കൽ തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഭൂരിഭാഗം തീർത്ഥാടകരും പൂർത്തിയാക്കി. ഇന്നു മുതൽ 2-3 ദിവസം മിനായിൽ താമസിച്ച് 3 ജംറകളിലും തീർത്ഥാടകർ കല്ലേറ് കർമ്മം നിർവഹിക്കും. ബാക്കിയുള്ള സമയം തമ്പുകളിൽ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുകയാണ് തീർത്ഥാടകർ. ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഇത്തവണ പുണ്യഭൂമിയിൽ സൗദി ഹജ്ജ് മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ആധുനിക കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ ഹജ്ജിന് ഗവൺമെന്റ് വളരെ നല്ല രീതിയിലാണ് കൈകാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇത്തവണത്തെ ആലോചിക്കുമ്പോൾ എല്ലാ നിലയ്ക്കും വളരെ സംതൃപ്തമായ രീതിയിലാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യം സൗദി ഗവൺമെന്റ് നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് ഹാജിമാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും ഭക്ഷണം അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്യുന്നത്. ഹജ്ജ് മിഷൻ ഹാജിമാർക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്കുള്ള ഭക്ഷണ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാറ്ററിംഗ് കമ്പനികളാണ്. എന്നെ പോലെയുള്ള ഒരുപാട് പേര് ഇവിടെ ഭക്ഷണ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കല്ലേറ് കർമ്മങ്ങൾക്ക് ശേഷം ഭൂരിഭാഗം തീർത്ഥാടകരും മീനായിൽ നിന്ന് മടങ്ങും. ബാക്കിയുള്ളവർ ശനിയാഴ്ച നടക്കുന്ന കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.